തിന്മയേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. സുബഹിക്ക് ശേഷം കുനൂത്ത് അതിനകത്ത് ഓതി നോക്കണ്ടേ? പോട്ടെ, ബാക്കി പറ. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNMന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന നടത്തുന്നത് കണ്ടാൽ അതിലേറെ സന്ദർശിക്കേതാണ് ഈ പണിയാണ്. അപ്പൊ ഒരു മൗലവി പള്ളിയിൽ വന്നപ്പോ ഒരു മുത്താലിം അറിയാതെ അവിടെ കയറിയിട്ട് രണ്ടാളും കൂടി കൂട്ടുപ്രാർത്ഥന നടത്തുന്നുണ്ട്. വേറൊരു മൗലവി, ഒരു പെണ്ണു ഞാൻ പറയുന്നില്ല, അപ്പൊ രണ്ടും കൂടി കണ്ടപ്പോ ബാലുശ്ശേരി വന്നു. അപ്പൊ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, വ്യഭിചാരം ഓക്കെയാണ്, പക്ഷെ ഈ കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും ഇവിടെ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ അതല്ല. അപ്പൊ ഞാൻ സുഹൃത്തിനോട് ചോദിക്കട്ടെ, മറച്ചു വെക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം, നിങ്ങൾ അതിന്റെ ആളാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ നോക്ക്, ഞാൻ വ്യക്തമായി പറയാണ്, ഇത്ര കൃത്യമായിട്ട് റസൂലുള്ള വഫാത്ത് വരെ കുനൂത്ത് ഓതി എന്നുള്ള ഹദീസ് ഉണ്ടായിട്ട് എന്തിനാ നിങ്ങളിപ്പത് മറച്ചു വെക്കുന്നത്? അതാണ് ഓതിക്കൂടെ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വല്ലതും പറയാണ്ടോ അതിനെ കുറിച്ച്? ഇമാം ബൈഹഖി ഉദ്ധരിച്ചു, സ്വഹീഹാണെന്ന് ഇമാം നബവി ശറഹുൽ മുഅദ്ദബിൽ രേഖപ്പെടുത്തി. പിന്നെ എന്തുകൊണ്ടാണ് ഹനഫി മദ്ഹബില? അല്ല, അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അത് പറയാം. ഹനഫി മദ്ഹബ് ഞാൻ വിശദീകരിച്ചാൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. സഹീഹായ ഹദീസ് ആണെങ്കിൽ പിന്നെന്തുകൊണ്ട് അബൂ ഹനീഫ? അല്ല, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല അത് പറയും. ഹനഫി ഇമാമിനെ ഞാൻ വിശദീകരിക്കും. അത് ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഇത് പറയും. അതെ, ഇപ്പൊ നിങ്ങൾക്ക് നാളെ മുതൽ കുനൂത്ത് ഓതാനായോ പറയും. നബിന്റെ ഹദീസ് കണ്ടാൽ നിങ്ങൾ സ്വീകരിക്കുന്ന. പിന്നെ ഹനഫി ഇമാം പറഞ്ഞപ്പോ നിങ്ങൾ നോക്കണ്ടല്ലോ, അത് ഞാൻ വിശദീകരിച്ചോളാം. നിങ്ങൾക്ക് ഇപ്പൊ അത് ബോധ്യപ്പെട്ടോ ഇല്ലേ? കുനൂത്ത് ഓതാൻ നാളെ റെഡിയാണോ എന്ന് പറഞ്ഞു. നബിതങ്ങൾ കുനൂത്ത് ഓതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹദീസുകൾ വന്നിട്ട് അത് എവിടെയുള്ളതെന്ന് വായിക്കും. എവിടെ ഉള്ളതെന്ന് ഇപ്പം വായിക്കാൻ കഴിയില്ല. എന്നാ ഓതി എന്നുള്ള ഹദീസ് ഇപ്പൊ ഞങ്ങൾക്ക് വായിച്ചു തന്നല്ലോ. ലം യസൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖുനുതു ഹത്താ ഫാറഖ ദുനിയ. ദുനിയാവിന് വിട പറയോളം ഹബീബായ റസൂലുള്ളാഹി കുനൂത്ത് ഓതി. നിങ്ങൾക്ക് എന്ത് പറയാണ്ട്? ഒരു വിഷയത്തിൽ തന്നെ പല വിധത്തിലുള്ള ഹദീസുകൾ വന്നിട്ടുണ്ടാകുമ്പോ അപ്പൊ എന്ത് ചെയ്യും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുജ്തഹിദാവണം. ഇപ്പൊ മനസ്സിലാണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മദ്ഹബ് പല വിഷയത്തിലുള്ള ഹദീസ് വരുമ്പോ അത് സ്വീകരിക്കാനും അത് പറയാനൊക്കെ ആലിമീങ്ങൾ വേണം. ഞങ്ങൾ ഈ പറയുന്നത് ഇപ്പൊ ഞങ്ങളോട് പറയട്ടെ, ഇപ്പൊ ഈ ഹദീസ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഏത്? കുനൂത്ത് നബി തങ്ങൾ മരണം വരെ ഓതി. അത് ബൈഹഖി ഉദ്ധരിച്ചതാണ്, സ്വഹീഹാണ്. ഇമാം നബവി ശറഹുൽ മുഅദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്. അതിണ്ട്, റെഡിയാണ്. നിങ്ങൾ നാളെ മുതൽ റെഡിയാണോ കുനൂത്ത് ഓതാൻ? ഒന്ന് പറ. അതുപോലെ തന്നെ അല്ല, അതല്ല, ഇത് പറയും. ഇത് റെഡിയാണോ? തങ്ങളും നാല് ഖലീഫമാരും കുനൂത്ത് ഓതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് വന്നിട്ടില്ല. അതെവിടെയാണ്? അത് നിങ്ങൾ ഉദ്ധരിക്ക്. ആര് പറഞ്ഞു? അതാണ് വിഷയം. അതാരാ പറഞ്ഞത്? ഇവിടെ ആ ഹദീസ് ഉള്ളത് പറയും. അതുകൊണ്ടാണല്ലോ മറ്റു മദ്ഹബിൽ. അത് ഞാൻ വിശദീകരിച്ചോളാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ മദ്ഹബ് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ഹദീസ് മനസ്സിലായതുകൊണ്ട് നാളെ മുതൽ കുനൂത്ത് ഓതിക്കൂടെ? ഏതാ ഞാൻ ചോദിക്കും. ഓതിക്കൂടെ? എന്താ ഇപ്പൊ ഇതിനൊരു പ്രയാസം? ഹദീസ് ചെയ്യാൻ അതല്ലേ സ്വീകരിക്കേണ്ടത്? പറയും. മൈക്കെടുത്ത് പറഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. ആ വിഷയത്തിൽ ഇപ്പൊ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കും. അഭിപ്രായം അല്ലത്, ഇത് ഹദീസ് നേരെ പറയാൻ. ലം യസൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖുനുതു ഫീ സ്വലാത്തിൽ ഗദാത്തി. കുനൂത്ത് ഓതി മരണം വരെ. ഇനി ഇതെന്താ അഭിപ്രായം? നാളെ റെഡിയല്ലേ കുനൂത്ത് ഓതാൻ? പറഞ്ഞോളൂ, കൃത്യമായി പറയും. കേൾക്കട്ടെ ആളുകളൊന്നും. പറയാൻ ആഗ്രഹിക്കുന്നത് അഭിപ്രായം മോനെ. ഹദീസ് സ്വീകരിച്ചു നിങ്ങൾക്ക് അഭിപ്രായ? ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമല്ലേ? പറയും. സ്വീകരിക്കോ? അല്ല, ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമല്ലേ? പറയും. സ്വീകരിക്കുമെങ്കിൽ ഈ ഹദീസ് മാത്രം എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? ഈ ഹദീസ് മാത്രം എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? പറ. ഹദീസ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഈ ഹദീസ് സ്വീകരിക്കും നിങ്ങള്? എല്ലാ ഹദീസും സ്വീകരിക്കും. അപ്പൊ കുനൂത്ത് ഓതാൻ നാളെ റെഡിയല്ലേ? നിങ്ങൾ പറയണില്ലല്ലോ. അതാണ്, അവിടെയാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ആരാ അപ്പൊ ഹദീസ് മറച്ചു വെച്ചത്? നമ്മളാണോ? അല്ല. ഇനി ഞാൻ പറയട്ടെ. ഇനി ഞാൻ പറഞ്ഞത് ഇനി കേട്ടോ. ഇനിയാണ് നിങ്ങൾ ഹനഫി ഇമാമും ഷാഫി ഇമാമും ഒക്കെ ഒരു വൃക്ഷത്തിന്റെ വിവിധ കൊമ്പുകളാണ്. എല്ലാം ഇസ്ലാം എന്ന വൃക്ഷത്തിന്റെ 4 ഭാഗങ്ങളാണ്. ഒരു സംശയത്തിന് വേണ്ട. അതെന്താ സംഭവം എന്നറിയോ? ഒരു ഹദീസിനെ ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാർക്ക് പല രൂപത്തിൽ അതിനെ വീക്ഷണം നടത്താം. രണ്ടും ശരിയാണ്. അത് കണ്ടിട്ട് വഹാബി അതിനെ വിശദീകരിച്ചാൽ അത് തെറ്റാണ്, അത് അബദ്ധമാണ്, അത് ഞങ്ങൾ ഗണ്ണിക്കും. നിങ്ങൾക്കറിയോ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ശരിക്ക് കേട്ടോളൂ. ഇത് 4 വെറുതെ ആയതൊന്നല്ല. 4 എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വിഷയങ്ങളിൽ 4, അധിക വിഷയത്തിൽ 1, വളരെ കുറഞ്ഞ വിഷയത്തിൽ 2, വളരെ കുറഞ്ഞ വിഷയത്തിൽ 3, വളരെ 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 കുറഞ്ഞ വിഷയത്തിൽ 4. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഒരു സംഭവങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവാൻ കുറെ സ്വഹാബത്തിനെ പറഞ്ഞേക്കാൻ ബനൂ ഖുറൈള എന്ന ഗോത്രക്കാരുടെ സമീപത്തേക്ക്. അപ്പൊ പറഞ്ഞു, ബനൂ ഖുറൈള ഗോത്രക്കാരുടെ അടുത്തെത്തിയിട്ട് നിങ്ങൾ ളുഹ്ർ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് ആര് പഠിപ്പിച്ചു? ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ എന്താ ഹദീസ്? ബനൂ ഖുറൈളയിലെത്താതെ ളുഹ്ർ നിസ്കരിക്കരുത്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. അപ്പൊ ബനൂ ഖുറൈളയുടെ സമീപത്ത് എത്തി എന്നിട്ട് ളുഹ്ർ നിസ്കരിച്ചാൽ മതി എന്നാണ് നബി പറഞ്ഞത്. പക്ഷേ സ്വഹാബികൾ ഇങ്ങനെ പോകുമ്പോ വഴിയിൽ വെച്ച് ഈ സ്വഹാബികൾ 2 വിഭാഗം. ചില ആളുകൾ പറഞ്ഞു, നബി തങ്ങൾ നമ്മളോട് പറഞ്ഞത് എന്താ? ബനൂ ഖുറൈളന്റെ ആ ഗോത്രക്കാരെടുത്ത് എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി. അപ്പൊ ചില സ്വഹാബികൾ വിശദീകരിച്ചത് അത് എപ്പോഴാണെന്നറിയോ? ളുഹ്ർ ഖളാ ആവാൻ പോവാൻ. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേനും ളുഹ്ർ ഖളാ ആവും. അപ്പൊ ഖളാ ആക്കാൻ പാടില്ല എന്നാണല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ നിസ്കരിക്കണം, അവിടെ എത്തണ്ട. അപ്പൊ ചില സ്വഹാബികൾ പറഞ്ഞു, അല്ലല്ല, നബി തങ്ങൾ എന്താ നമ്മളോട് പറഞ്ഞത്? അവിടെ എത്തിയിട്ട് നിസ്കരിക്കാനാണ്, അവിടെ ഖളാവും മറ്റതൊന്നുമില്ല. അങ്ങനെ 2 മദ്ഹബായി. സ്വഹാബികൾ ഒരു വിഭാഗം വഴിയിൽ നിന്ന് നിസ്കരിച്ചു, വേറൊരു വിഭാഗം അവിടെ വെച്ച് നിസ്കരിച്ചു. 2 പേരും ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സമീപത്ത് വന്നു. ഒരേ ഹദീസ് 2 രൂപത്തിലാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഒരാള് വഴിയിൽ നിന്ന് നിസ്കരിച്ചു, കുറെ ആളുകൾ അവിടെ നിന്ന് നിസ്കരിച്ചു. നബി തങ്ങൾ ഫമാ അന്ന ഫവാഹിദൻ മിനൽ ഫരീഖൈൻ, 2 ആളെയും ആക്ഷേപിച്ചില്ല. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബവി അവിടുത്തെ ശർഹ് മുസ്ലിമിൽ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഒരു ഹദീസിനെ ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാർ 2 രൂപത്തിൽ വിശദീകരിച്ചാൽ 2ഉം സ്വീകാര്യമാണ്, 2ഉം ശരിയാണ്. അപ്പൊ ഒരു ഹദീസിനെ പഠിച്ച ഇമാം ഷാഫിയും ഇമാം ഹനഫിയും വിശദീകരിച്ചാൽ 2ഉം ശരിയാണ്, 2ഉം തെറ്റല്ല. പക്ഷെ അത് കണ്ടിട്ട് ഞാനും ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വഹാബി വിശദീകരിക്കാൻ വന്നാൽ ഓനെ നമ്മൾ വിടൂല. കാരണം എങ്ങനെയാണ്? മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു വയറിൽ പണിയെടുക്കുന്ന ചങ്ങാതി എന്റെ കയ്യിൽ കത്തിയുണ്ട്, ആർക്കാടോ വയറുവേദന, ഞാൻ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം, അഥവാ ശരിയായാലും അറസ്റ്റ് ചെയ്യണം. കാരണം അവൻ എടുത്ത പണി അവകാശമില്ലാത്ത പണിയാണ്. എന്നതുപോലെ ഷാഫി ഇമാമും ഹനഫി ഇമാമും ഹദീസിൽ ഗവേഷണം ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ആ പണിക്ക് പോണ്ട. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, എന്ത് ഞാൻ ഹനഫി ഇമാമ് പറഞ്ഞത് കേട്ട് അത് തഖ്ലീദ് ചെയ്തിട്ടാണ് ഖുനൂത്ത് ഓതാത്തത്, ഞങ്ങൾ അംഗീകരിക്കുന്നു, അത് ശരിയാണ്. പക്ഷേ ഹനഫി ഇമാമിനെ സ്വീകരിക്കാതെ ഞാൻ ഒറ്റയ്ക്ക് ഹദീസിൽ നിന്ന് കണ്ടതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിടിച്ചു വലിച്ചെറിയും. അതാ ഞാൻ പറഞ്ഞത്, ഒരു മരത്തിന്റെ 4 കൊമ്പുകളാണ് 4